بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെ അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് അല്ലഹൻ, ലഹ്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലഹ്ന് എന്നാൽ എന്താണ് അതിൻ്റെ ഭാഷാർത്ഥം? സാങ്കേതികമായി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇനങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുന്നത്. ലഹ്ന് എന്ന് വെച്ചാൽ പൊതുവെ നമുക്ക് മനസ്സിലാക്കാം അബദ്ധം വരുത്തുക എന്നതാണ്. ഖുർആൻ പാരായണത്തിൽ നമ്മൾ ക്ലാസ്സിൽ പല അബദ്ധങ്ങളും പാരായണക്കാരിൽ നിന്ന്, പഠിതാക്കളിൽ നിന്ന് വരുന്നത് ഉസ്താദ് സൂചിപ്പിച്ചു വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒക്കെ വിധി എങ്ങനെയാണ്, അതിൻ്റെ ഇനങ്ങൾ എങ്ങനെയാണ്? അല്ലഹൻ ഹുവ അൽ ഖത വൽ മൈൽ അനി സ്വവാബ്. ഇതാണ് ലഹ്നിൻ്റെ അർത്ഥം, ഭാഷാർത്ഥം. യഥാർത്ഥത്തിൽ നിന്നുള്ള വ്യതിചലനം, തെറ്റ്, ഇതൊക്കെയാണ് ലഹ്നിൻ്റെ ഭാഷാർത്ഥം. പാരായണത്തിൽ സംഭവിക്കുന്ന ഗുരുതരമായതോ അല്ലാത്തതോ ആയ അബദ്ധമാണ് ലഹ്ന് കൊണ്ട് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത്. പാരായണത്തിൽ വരുന്ന ഗുരുതരമായ തെറ്റുകൾ, വലിയ അബദ്ധങ്ങൾ, അർത്ഥം തന്നെ മാറ്റിക്കളയുന്ന വിധത്തിലുള്ള തെറ്റ്. എന്നാൽ അതല്ലാത്ത ചെറിയ അബദ്ധങ്ങൾ, ഇതൊക്കെയാണ് ലഹ്ന് കൊണ്ട് പൊതുവായി സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ട് വിധമാണ്. ഒന്ന് അല്ലഹ്നുൽ ജലിയ്, രണ്ടാമത്തേത് അല്ലഹ്നുൽ ഖഫിയ്. ജലിയായ ലഹ്ന്, ഖഫിയായ ലഹ്ന്. എന്താണ് ജലിയായ ലഹ്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഹുവ ഖതഉൻ യത്റഉ അലൽ ലഫ്ദി ഫയുഖില്ലു ബിമഅനൽ കലിമ സവാഅൻ അഖല്ല ബിമഅനാഹാ അം ലാ. وسمي جليا لأنه يخل إخلالا ظاهرا يشترك في معرفته علماء القراءة وعامة الناس. വ്യക്തമായ അബദ്ധം, പ്രകടമായ, ഇതാണ് ജലിയായ ലഹ്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹറക്കത്തുകൾക്ക് മാറ്റം വരുത്തുക എന്ന് വെച്ചാൽ അർത്ഥത്തിന് ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുക, അർത്ഥത്തെ തന്നെ മാറ്റിക്കളയുന്നതോ ഒരുപക്ഷെ അർത്ഥത്തിന് മാറ്റം വരാത്തതോ ആയതാവാം. രണ്ട് രൂപത്തിലും ജലിയാത് സംഭവിക്കും. അതാണ് ഫയുഖില്ലു ബിമബ്നൽ കലിമ സവാഅൻ അഖല്ല ബിമഅനഹ. ഫയുഖില്ലു ബിമബ്നൽ കലിമ, ആ പദത്തിൻ്റെ ശരിയായ നിലനിൽപ്പ്, അല്ലെങ്കിൽ ശരിയായ അതിൻ്റെ ഘടന, ശരിയായ ഘടനയെ തന്നെ മാറ്റുന്ന വിധത്തിൽ. ഓരോ അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ളതാണല്ലോ പദം. കുറേ പദങ്ങൾ ചേർന്നിട്ടുള്ളതാണ് വചനം, കുറേ വചനങ്ങൾ ചേർന്നിട്ടുള്ളതാണ് സൂറത്ത്, കുറേ സൂറത്തുകൾ ചേർന്നിട്ടുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. അപ്പം ഈ മബ്നൽ കലിമ എന്ന് പറഞ്ഞാൽ പദത്തിൻ്റെ ഘടന, ആ ഘടനയിൽ മാറ്റം വരുത്തുക. സവാഅൻ അഖല്ല ബിമഅനാഹ അം ലാ, അതിൻ്റെ മാനയിൽ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാം, ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് അത് കാരണമാവാം. ഒരു പക്ഷേ അങ്ങനെ ആയില്ലെന്ന് വരാം, വ്യക്തമായൊരർത്ഥം കിട്ടാത്ത രൂപത്തിലും ജലിയ ലഹ്ന് സംഭവിക്കുക. എന്ന് വെച്ചാൽ നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്നത് പോലെ വ്യക്തമായ അബദ്ധം, ഹറക്കത്തുകൾക്ക് മാറ്റം വരിക, ഹറക്കത്തിന് പകരം സുക്കൂനും സുക്കൂനിന് പകരം ഹറക്കത്തും ഉച്ചരിക്കുക, ഒരക്ഷരത്തിന് പകരം മറ്റൊരക്ഷരം ഉച്ചരിക്കുക, ദീർഘം ഒഴിവാക്കുക, ദീർഘമില്ലാത്തിടത്ത് ദീർഘം നൽകുക, തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടെല്ലാം ജലിയ ലഹ്ന് സംഭവിക്കുന്നതാണ്. ഇതുമൂലം ഗുരുതരമായ ആശയവൈകല്യം സംഭവിക്കാനിടയുണ്ട്. പാരായണത്തിൽ ജലിയ ലഹ്ന് വരുത്തുന്നത് കുറ്റകരമാണ്, നിഷിദ്ധമാണ്. അതാണ് അതിൻ്റെ ഹുക്മ്. ലഹ്ന് ജലിയിൻ്റെ ഹുക്മാണ് അവസാനം പറഞ്ഞത്. ഹറാമുൻ ബിൽ ഇജ്മാഅ് ലാ സിയ്യമാ ഇൻ തഅമ്മദഹുൽ ഖാരി ഔ തസാഹല ഫീഹി. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതായത്
ഏകാഭിപ്രായമനുസരിച്ച്, പണ്ഡിതന്മാരുടെ ഏകോപിച്ചുള്ള അഭിപ്രായമനുസരിച്ച് ജലിയ ലഹ്ന വരുത്തുക എന്നത് ഹറാമായ കാര്യമാണ്, നിഷിദ്ധമായ കാര്യമാണ്. ഒരു പാരായണക്കാരൻ അത് മനഃപൂർവ്വം ചെയ്തതാണെങ്കിലും അതല്ല, അതിൽ അയാൾ അശ്രദ്ധ വരുത്തി അമാന്തം വരുത്തിക്കൊണ്ട് ചെയ്ത അബദ്ധമാണെങ്കിലും അത് സൂക്ഷിക്കേണ്ടതാണ്, പാടില്ലാത്തതാണ് എന്നതാണ് അതിൻ്റെ ഹുക്മായി പറയപ്പെട്ടിട്ടുള്ളത്. ഉദാഹരണം, അൻഅംത അലൈഹിം എന്നിടത്ത് ഒരാൾ അൻഅംതു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? നീ അനുഗ്രഹം ചെയ്തു എന്നത് ഞാൻ അനുഗ്രഹം ചെയ്തു എന്നർത്ഥമായി. അൽഹംദുലില്ലാഹ്, ഇവിടെ ഹായിന് ദമ്മിന് പകരം ലില്ലാഹു എന്ന് കോതി. അത് പ്രത്യേകിച്ചൊരർത്ഥം അതിലൂടെ കിട്ടിയില്ലെന്ന് വരാം, പക്ഷെ അതും ജലിയാലാണ്, ലഹ്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ചില ഓത്തുകാർ അബദ്ധത്തിൽ അവിടെ നഅ്ബുദു എന്ന് നീട്ടും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നൊക്കെ നീട്ടുന്നത് കേൾക്കാം. യത്ബഉ, ഇതിലെ യത്ബഉ എന്നതിലെ ത്വാഇന് പകരം യത്ബഉ എന്നോ യദ്ബഉ എന്നൊക്കെ അക്ഷരത്തെ മാറ്റുക. ഒരുപക്ഷെ അർത്ഥത്തിന് തന്നെ മാറ്റം വന്നേക്കാം. വലം യുസിറു, അല്ലേ, വ അസറു വസ്തക്ബറു, ഇസ്തിക്ബാറ സൂറത്ത് നൂഹിലുണ്ട്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. ഇവിടെയൊക്കെ അസറ യുസിറു എന്ന പദം പ്രയോഗം സ്വാദാണ് ഇതിലുള്ളത്. ഇതിന് പകരം സീനാക്കി എന്താ അർത്ഥം വരാം? അസറു. അസറു എന്ന് പറഞ്ഞാൽ അതിൽ നിരന്തരമായി അതേ അവസ്ഥയിൽ തന്നെ തുടർന്നു എന്നാണ്. ഒരു മാറ്റവുമില്ലാതെ അവർ പോകുന്ന അതേ സ്വഭാവം അവർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാം ആവലാതിപ്പെടുന്ന രംഗമാണ് സൂറത്ത് നൂഹിൽ കാണാം. എന്നാൽ അസറു എന്നാണ് അർത്ഥമെങ്കിൽ രഹസ്യമാക്കി, സിറാക്കി എന്നർത്ഥമാണ്. സീനാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ അർത്ഥം മാറിപ്പോകുന്നതുമല്ലാത്തതുമായ ധാരാളം അബദ്ധങ്ങളാണ്. ഇതെല്ലാം തന്നെ ജലിയായ ലഹ്നാണ്. ഇതൊക്കെയും സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ അബദ്ധം വരുത്താൻ പാടില്ലാത്തതാണെന്നർത്ഥം. രണ്ടാമത്തെ ഇനമാണ് ലഹ്നുൽ ഖഫീ, ഗോപ്യമായ അബദ്ധം. ലഹ്നുൽ ഖഫീ എന്ന് പറഞ്ഞാൽ ഗോപ്യമായ അബദ്ധം. വഹുവ ഖതഉൻ യത്റഉ അലൽ ലഫ്ള് ഫയുഖില്ലു ബിഉർഫിൽ ഖിറാഅ വലാ യുഖില്ലു ബിൽ മഅന വസുമ്മിയ ഖഫിയ്യ ലിഅന്നഹു യഖ്തസ്സു ബിമഅരിഫതിഹി അൽആലിം ബിഅഹ്കാം അത്തജ്വീദ് ഫഖത്ത് വയഖ്ഫാ അലാ അമ്മത്തി നാസ്. ഗോപ്യമായ അബദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പദത്തിൽ വരുത്തുന്നതായ, ഉച്ചാരണത്തിൽ വരുന്നതായ അബദ്ധങ്ങൾ തന്നെയാണ്. പാരായണത്തിൻ്റെ പൊതുവായ ശൈലിയിൽ വരുത്തുന്നതായ അബദ്ധം, അത് അർത്ഥത്തിന് കുഴപ്പം വരുത്തുന്നില്ല. ആശയത്തിനോ അർത്ഥത്തിനോ അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഖഫീ എന്ന് പേര് നൽകിയത്. അഹ്കാമു തജ്വീദ് അറിയുന്ന ആൾക്ക് മാത്രമാണ് ഇത് ശ്രദ്ധിക്കുവാൻ സാധിക്കുക എന്നതാണ്. എന്നാൽ പൊതുവായി അഹ്കാമുകളൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിനെക്കുറിച്ച് വിവരമുണ്ടായിക്കൊള്ളണമെന്നില്ല. ഗോപ്യമായ അബദ്ധം, അറിയപ്പെട്ട ശൈലിയിലും പാരായണ നിയമങ്ങളിലും വരാവുന്ന അബദ്ധങ്ങൾ. ഉദാഹരണം, ഇൽഹാർ, ഇഖ്ഫ, ഇദ്ഗാം പോലെയുള്ള അഹ്കാമുകളിൽ വരുത്തുന്ന അബദ്ധങ്ങൾ. ഇതിൻ്റെ ഹുക്ം എന്താണ്? ഹുക്മുഹു, മനഃപൂർവ്വം ഈ അബദ്ധങ്ങൾ വരുത്താൻ പാടില്ല, ഹറാം എന്നതാണ് പണ്ഡിതന്മാർ വിധി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സൂക്ഷിക്കപ്പെടേണ്ട കാര്യമാണ്, മനഃപൂർവ്വം ഇത്തരങ്ങൾ അബദ്ധം വരുത്താൻ പാടില്ല. കാരണം ഖുർആൻ പാരായണത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ശരിയായ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതീർണമായിട്ടുള്ള ശരിയായ രീതി അതാണ്. ആ രീതിയെ മാറ്റം വരുത്തുക എന്നത് പാടില്ലാത്ത കാര്യമാണ്, സൂക്ഷിക്കേണ്ടതാണെന്നർത്ഥം. അല്ലേ? പാരായണത്തിൽ
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാരായണത്തിൽ തജ്വീദിൻ്റെ നിയമങ്ങൾ എന്നറിയപ്പെടുന്ന പ്രത്യേകമായ ദീർഘത്തിൻ്റെ നിയമങ്ങൾ, അതുപോലെ മണിക്കൽ, അതുപോലെ പാരായണ ശൈലി, ഇതൊക്കെയും ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ വഖഫ്, ഇബ്തിദാഇൻ്റെ നിയമങ്ങൾ. എന്നാൽ പൊതുവിൽ മറ്റ് നിയമങ്ങളൊക്കെയും തന്നെ എന്താണ്? ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങളായി പരിഗണിക്കപ്പെടുന്നത് തന്നെയാണ്. മഖാരിജായാലും സിഫാത്തായിരുന്നാലും അതുപോലുള്ള ഹംസത്തുൽ വസ്ല്, ഹംസത്തുൽ ഖത്അ, ഇദ്ഗാമുകൾ പലതും, ഇദ്ഗാം ഖമരി, ശംസി, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഭാഗങ്ങളൊക്കെയും തന്നെ ഭാഷയുടെ അടിസ്ഥാന നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതല്ലാത്ത മദ്ദിൻ്റെയും ഗുന്നത്തിൻ്റെയും നിയമങ്ങൾ, വഖഫ്, ഇബ്തിദാവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ കാര്യങ്ങൾ, ഇതൊക്കെ ഖുർആൻ പാരായണവുമായി പ്രത്യേകം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കി പറയാം, ഇതിലൊന്നും തന്നെ അബദ്ധങ്ങൾ വരുത്തുക എന്നത് പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഖഫിയ ലഹൻ എന്താണെന്ന് ബോധ്യപ്പെട്ടു. ഖഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോപ്യമായത്, അവ്യക്തമായ. ജലീയിൻ്റെ വിപരീതമാണ് ഖഫി. ഇതും സൂക്ഷിക്കപ്പെടേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കണം. പാരായണ ശൈലി ശരിയായ രീതിയിൽ പരിശീലിക്കുന്നതിലൂടെ ഈ ഭാഗവും സൂക്ഷിക്കുവാൻ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണ്. അത് അയാളുടെ ഭാഗത്ത് നിന്ന് അതിൻ്റെ പരിശ്രമം ഉണ്ടാവണം എന്നത് തന്നെയാണ് അനിവാര്യമായ കാര്യം. അള്ളാഹു ഇത്തരം അബദ്ധങ്ങൾ പാരായണത്തിൽ വരുന്നത് സൂക്ഷിക്കുവാനും ശരിയായ വിധത്തിൽ ഖുർആൻ പാരായണം നിർവഹിക്കുവാനും നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും.